അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ മക്കൾ 1 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ മക്കൾക്ക് ആരെ വേണം? അമ്മേനെ വേണം, ഉമ്മാനെ വേണം. ഉമ്മ ഇല്ലാണ്ട് അവർക്ക് ഒന്നിനും ആവില്ല. ആ ഒരു സമയവും അവർക്ക് ആവശ്യവും ഉമ്മാനെയാണ്. അപ്പോൾ ഉമ്മ എന്ന് വിളിച്ചല്ലാണ്ട് കരയും പിടിക്കുക ഒക്കത്തിനും താലോലിക്കാനും സന്തോഷിപ്പിക്കാനും കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കത്തിനും ഉമ്മ വേണം. അതങ്ങനെയാണ് ഗൈസ്, അല്ലേ? എല്ലാ പാരൻറ്റിനും അറിയാം അതങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഒരു 6 വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോൾ അവർക്ക് മാറ്റം വന്നു. അവർക്ക് പുറത്ത് പോകാനും എളുപ്പം കൂട്ടും ഒക്കത്തിനൊരു നല്ല ഉപ്പയായിട്ട് ക്ലോസായി. ഉമ്മയായിട്ടുണ്ട്, അതേ ഉപ്പയായിട്ടുണ്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഒന്നും കൂടി ക്ലോസ് ആകുന്നത് ഒരു 6 വയസ്സിന് ശേഷമാണ് മക്കൾ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു 10-13 വയസ്സ് വരെ ഈ ഉമ്മയും ഉപ്പയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് നല്ല രീതിയിൽ പോകും. അത് കഴിഞ്ഞ് ഒരു 13 വയസ്സിനപ്പുറത്താണ് നമ്മളെ മക്കൾക്ക് വേണ്ടത് ഫ്രണ്ട്സിനെയാണ്. അപ്പം അവർ നല്ല ഫ്രണ്ട്സിനെയാണോ, അവർ എവിടെയാണോ എത്തുന്നത്, സ്കൂളിലാണ് നമ്മളെ മക്കൾ ഓക്കെ, എൻ്റെ മോനോ അല്ല അഥവാ എൻ്റെ മോളോ ഓക്കെയാണ്, അങ്ങനെയാണ് നമ്മൾ അത്രയും സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അത്ര ഭയങ്കര എന്താ പറയുക, നല്ല രീതിയിലുള്ള ഇഷ്ടങ്ങളും ഒക്കെ സന്തോഷങ്ങളൊക്കെ രീതിയിൽ അങ്ങ് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ് എൻ്റെ മോളോ മോനോ അഥവാ അങ്ങേയറ്റം ഡബിൾ ഓക്കെ ആണെന്ന് നമ്മൾ പാരൻസ് വിശ്വസിക്കുന്നുണ്ട്. അത് ഓക്കെയാണ്, വിശ്വസിക്കാം, നമ്മുടെ മക്കൾ നല്ലത് തന്നെയാണ്. അത് കഴിഞ്ഞ് അവർ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ്, ആ 13-14 വയസ്സിന് ശേഷം വരുന്ന ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ മക്കൾ ഓക്കെ ആണെന്ന് വിശ്വസിച്ചിട്ട് ഇരുന്നാൽ മാത്രം പോരാ, എൻ്റെ മക്കൾ കൂടുന്ന ആ ഒരു ഫ്രണ്ട്സ് എങ്ങനെയാണെന്നും കൂടി ഇന്നത്തെ കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മളെ മക്കൾ ഓക്കെയാണ്, നമ്മളെ മക്കൾ കൂടുന്ന കൂട്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മളെ മക്കളെ ഒന്നുമല്ലാത്തൊരു കോലത്തിലായി മാറും. അതിന് സമ്മതിക്കരുത്. അപ്പം അവർ ആ ഒരു 13-14 വയസ്സിന് ശേഷം അവരെവിടെ പോകുന്ന, എങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സ് ഉണ്ടോ, എങ്ങനെയൊക്കെയുള്ള ആളായിട്ടാണോ കമ്പനി, അതൊക്കെ ആ ഒരു ടൈമിൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ആണോ നല്ല ഫ്രണ്ട്സാണോ, അങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ഓക്കെയാണോ, ഒക്കെ ക്ലാസ് എടുത്ത് കൊടുത്ത് നമ്മളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തുന്നതാണ്. നമ്മളെ മക്കൾ എന്ത് വന്നാലും വേണ്ടാത്ത ഒരു കളിക്കും പോകൂല, അത് ഓക്കെ. പക്ഷെ എതിർകക്ഷി എങ്ങനത്തെയാണെന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സ് എങ്ങനത്തെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ഗായ്സ്. പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മോനോ എൻ്റെ മോളോ ആവട്ടെ നല്ല ഫ്രണ്ട്സിനെ കിട്ടണേ എന്ന് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. കാരണം ഫ്രണ്ട്സാണ്, അവിടെയാണ് ഏറ്റവും വലിയ വാല്യൂ ആ ഏജിൽ കൊടുക്കുക അപ്പം ആ ഒരു ഏജിൻ്റെ വാല്യൂ കൊടുക്കുന്ന ആ ഒരു കൂട്ട് നല്ലതായിരിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം പിന്നെ അതിൻ്റെ ഘട്ടഘട്ടമായിട്ട് ഓരോരോ മാറ്റങ്ങളാണ് അവർക്ക് വന്നു ചേരുക. അപ്പം ഫ്രണ്ട്സിനെ നല്ലത് കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് തന്നെയാണ് ഏറ്റവും വലുത് അവർക്ക്. മാതാപിതാക്കളൊക്കെ വലുത് തന്നെ, പക്ഷേ പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രണ്ട്സാണ് വലുത്. അതങ്ങനെ തന്നെ. വീട്ടിലെത്തിയ പാരൻറ്റിന് വേണം, പാരൻസിന് ഇഷ്ടമായിരിക്കും, ബഹുമാനമായിരിക്കും, ഒക്കെ ആയിരിക്കും. അപ്പം നമ്മളെ മക്കളെ എന്താ പറയുക, കൂട്ടുകെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ വളർത്തിയെടുത്ത നമ്മളെ പൊന്നു മക്കളെ കൂട്ടുകെട്ട്, നമ്മളെ മക്കൾ പുറത്തു പോയാൽ എങ്ങനത്തെ ഫ്രണ്ട്സിനെയാണ് ഒക്കെ ആരും ഇല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിക്കുക, പറയുക, അന്വേഷിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ മക്കളെ എന്താ പറയുക, ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ തരിപ്പടാക്കുന്ന ഫ്രണ്ട്സിനെ കിട്ടിയാൽ പിന്നെ ഒക്കെ പോയി. ഒക്കെ എന്താ പറയുക, കുറച്ച് വണ്ണം വെച്ച് വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഒരു ഫ്രണ്ട്സ് അവരുടെ ഇടയിൽ അവർക്ക് ഏറ്റവും വലുതായിട്ട് മാറുന്ന ഒരു സമയമൊക്കെ വരും. അപ്പം ഒക്കെ ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമ്മളെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻഷാല്ലാ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗായ്സ്. അപ്പോൾ ഇൻഷാല്ലാ ബൈ, അസ്സലാമു അലൈക്കും.